ബിരിയാണിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആരാ ഒരു വെറൈറ്റിയൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുള്ളത്. അങ്ങനെ എനിക്ക് കിട്ടിയൊരു റെസിപ്പി ആട്ടെ ഇത്. അത് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്. പിന്നെ പറയണ്ടല്ലോ, നമുക്കുണ്ടല്ലോ എന്തായാലും ഒരു പാകിസ്ഥാനി ബിരിയാണി റെസിപ്പിയാണ് കിട്ടിയത്. കറക്റ്റായിട്ടുള്ള ഒരു പാകിസ്ഥാനി ദം ബിരിയാണി റെസിപ്പി. എന്നാൽ പിന്നെ നമുക്കുണ്ടല്ലോ ഒരു പാകിസ്ഥാനി ദം ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ചെയ്തിട്ടെടുക്കാം. പിന്നെ നേരെ നമുക്ക് അതിലേക്ക് കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ബേ ലീഫെല്ലാം ഉണ്ടെങ്കിലുണ്ടല്ലോ എന്തായാലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസ് എടുത്തത്, സെല്ല ബസ്മതി റൈസ് ആയിട്ട് എടുത്തത്. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ റൈസാണ് എടുത്തത്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. സെല്ല ബസ്മതി റൈസ് ഞാനിപ്പോൾ 1/2 കിലോ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് സെല്ല ബസ്മതി ഗോൾഡോ അല്ലെങ്കിൽ വൈറ്റോ ഒന്നും കിട്ടുന്നില്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ സാധാ ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന റൈസ് ഉണ്ടാവുമല്ലോ, അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ നമ്മൾ പാകിസ്ഥാനി ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കൂ. നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യട്ടെ. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നമുക്ക് ഒരു 70% വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ പുതിർത്ത് വെച്ച അരിയൊന്നുമല്ല. പുതിർത്ത് വെച്ച അരിയാണെങ്കിൽ അതിനും കുറഞ്ഞ ടൈം മാത്രമേ വേണ്ട വരൂ. 5% കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റൈസൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടാകും. നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ വെന്തിനോ ഇല്ലയോ എന്ന്. അരി ഒന്ന് പൊട്ടിപ്പോകുന്ന രീതിക്ക് ആയി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തിട്ട് മാറ്റി വെക്കാം. അധികം വെന്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കാരണം നമ്മൾ ദം ചെയ്തിട്ട് എടുക്കുമ്പോൾ കൂടുതൽ റൈസ് വെന്ത് പോവും. പാകിസ്ഥാനി ബിരിയാണിക്കൊക്കെ റൈസൊക്കെ നല്ല പോലെ വിട്ട് നിന്നിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടണമെങ്കിൽ ഒരു 70% മാത്രം വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് മാറ്റി വെക്കണം. ഞാനിതാ ഇതുപോലെ തന്നെ ഒരു അരിപ്പ് കോരി എടുത്തിട്ട് റൈസൊക്കെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശേറ്റ് ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുഴുവനായിട്ടും ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. റൈസ് ഊറ്റി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെ മസാല ഉണ്ടാക്കാൻ തുടങ്ങണം. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രം എടുത്ത് വെക്കട്ടെ. ഇതിലായിരിക്കും നമ്മൾ ബിരിയാണി ദം ചെയ്തിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വലിയൊരു പാത്രം എടുത്ത് വെക്കട്ടെ. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ചിക്കൻ മൊത്തമായിട്ടും ഇതിൽ തന്നെ ഇട്ട് കൊടുത്താൽ ബാക്കി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. മീഡിയം സൈസിലുള്ള 3 ഉള്ളി ഞാൻ ഇതുപോലെ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നേരെ പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. പകുതിയല്ല, ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ 4 പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കട്ടെ. ചെറിയ 2 കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5-8 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 പച്ചമുളകും ഇതുപോലെ ചതച്ചെടുത്തതാട്ടോ. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള തക്കാളി, അതും കൂടി പ്യൂരി ആക്കിയതാട്ടോ. ഞാൻ നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുത്തത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലി, പുതിന, ഇത് രണ്ടും കൂടിയിട്ട് ഒരു കൈപ്പിടിയിലെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അധികമായി പോകണ്ട ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് വേണം. ഞാനിതാ ഇതുപോലത്തെ ഒരു തൈരിൻ്റെ കപ്പ എടുത്തത് 160 ml കപ്പായത്. ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1/2 കപ്പൊക്കെ ഉണ്ടാവും. ഇനി ബാക്കി ഇതിലേക്ക് വേണ്ട പൊടികളെ ചേർക്കേണ്ടത്. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരിയാണ് ചേർക്കുന്നത്. പാകിസ്ഥാനിയിൽ നമ്മൾ മുളക് പൊടി ചേർക്കും കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ പാകിസ്ഥാനി ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കട്ടെ. പിന്നെ ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നതുണ്ടല്ലോ ഈ പാകിസ്ഥാനി ബിരിയാണീൻ്റെ ഒരു കളറാണ്. ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഒരു കളർ ചേർക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ എന്തായാലും ഓറഞ്ച് കളർ മാത്രമേ കേട്ടോ ഈ ഒരു ബിരിയാണീൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൂ. എന്നിട്ട് നല്ല പോലെ കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആ മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് നമുക്ക് പൊരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ഓയിൽ ഞാൻ ആദ്യം തന്നെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് ഗീ ആട്ടാ ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും കൂടി നല്ല പോലെ ഒന്നായിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടായി കിട്ടും. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഓണിയൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഉള്ളി നല്ല പോലെ പൊരിഞ്ഞു വരുമ്പോണ്ടല്ലോ നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ കിസ്മിസും ചേർത്ത് കൊടുക്കുക. ഇത് ഇല്ലെങ്കിലും സ്കിപ്പ് ചെയ്യാട്ടെ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ടെ. പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം തന്നെ വേഗം കോരി മാറ്റാം.
ഈ ഒരു ഉള്ളി ഉണ്ടല്ലോ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മസാലയിൽ പെട്ടെന്ന് നല്ല പോലെ അലിഞ്ഞങ്ങ് ചേരും കേട്ടോ. നമുക്ക് ഈ ഒരു ഉള്ളി വേറെ തന്നെ എടുത്ത് കാണിക്കൂല. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ല പോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ ജസ്റ്റ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് അവിടെ ഇവിടെയായിട്ടൊക്കെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് ഗ്യാസ് മേൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം വേണ്ടത്. ഗ്യാസ് മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ മേലെ തന്നെയല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുക. അപ്പോഴത്തേനിടയിൽ നമ്മളെ മസാല നല്ല പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ആകെ 15 മിനിറ്റ് നമ്മൾ എടുത്തിട്ടാ. നമ്മൾക്ക് ചിക്കനൊക്കെ ഏകദേശം ഒരു 80% വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ല പോലെ അടിഞ്ഞ് വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ അങ്ങ് വറ്റിക്കോളും. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കാം. റൈസ് മൊത്തമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മേലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇടാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓയിൽ അല്ലെങ്കിൽ ഗീ. അത് നമ്മൾ ഇതുവരെ ഇട്ടിനില്ല. ഒട്ടും ഓയിലോ ഗീയോ ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ ആക്കിയത്. അതുകൊണ്ട് ഞാനിതാ ഒരു 1/4 കപ്പ് ഗീ ഇതിൻ്റെ ഏറ്റവും മേലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഗീ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൽഡയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഗീ ആയിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ പാകിസ്ഥാനി ബിരിയാണീൻ്റെ മസാല അതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. കുറച്ച് അവിടെ എവിടെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ഡ്രോപ്സ് ആയിട്ട് ഓറഞ്ച് കളറും യെല്ലോ കളറും ഇതുപോലെ ഡ്രോപ്സ് ആയിട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് എല്ലാവരുടെയും റൈസ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയി. അതാട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാഞ്ഞത്. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നല്ല പോലെ ദം ചെയ്തിട്ടെടുക്കുക. അപ്പം മേലെയൊക്കെ നല്ല പോലെ ആവിയൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് മാറ്റിയിട്ട് ഇതിലുള്ള റൈസും മസാലയും എല്ലാം മിക്സ് ആയിട്ട് ഉണ്ടാവും. പക്ഷേങ്കിൽ എന്നാലും ആദ്യം തന്നെ നമുക്ക് റൈസ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മസാലയും മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കട്ടോ. പാകിസ്ഥാനി ബിരിയാണി നമ്മൾ നാട്ടിലത്തെ ബിരിയാണി പോലെയല്ല. അത് സെപ്പറേറ്റ് ആക്കൂല. എല്ലാം ഒന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക ചെയ്യുക. പക്ഷേങ്കിൽ ചിക്കനൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ റൈസൊക്കെ വിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓരോ ബാച്ചായിട്ട് മാറ്റിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് അടിയിലത്തെ ചിക്കൻ്റെ പീസും വേറെ ആക്കാം കേട്ടോ. ഇങ്ങൾക്ക് യെല്ലോ കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മുടെ സാധാ കുങ്കുമം ഉണ്ടല്ലോ അത് കുറച്ച് നേരം പാലിലൊക്കെ മിക്സാക്കി വെച്ചാലും നല്ലൊരു കളർ കിട്ടും കേട്ടോ. യെല്ലോ കളർ ഞാനിപ്പോൾ കളറ് തന്നെയാണ് ചേർത്തത്. ഓറഞ്ച് കളറാണെങ്കിലും നിങ്ങൾക്ക് കളറിൻ്റെ പൊടിയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഓറഞ്ച് കളറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചേർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചേർക്കാം. മസാലയിലേക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ മസാലയൊക്കെ നല്ലൊരു കളർ കിട്ടും കേട്ടോ. പക്ഷേ കറക്റ്റായിട്ടുള്ള പാകിസ്ഥാനി ബിരിയാണീൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളർ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ ഈ ഓറഞ്ച് കളർ തന്നെ കിട്ടണം. ഇനി ഇപ്പം നിങ്ങൾ ഡയറ്റൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലുണ്ടല്ലോ എപ്പോഴെങ്കിലൊക്കെ ഒരു ബിരിയാണിയൊക്കെ തിന്നണമെന്ന് തോന്നുന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ബിരിയാണീനെ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ആണല്ലോ ഇതിൽ ഓയിലോ ഗീ ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി തന്നെയാട്ടോ അതും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിലുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തേട്ടോ. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്തും കൊടുത്തേക്ക്. അപ്പോൾ നമ്മളെ അടിപൊളി പാകിസ്ഥാനി ദം ബിരിയാണി ഇവിടെ റെഡി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ബൈ, സീ യു.